തൃശൂർ ജില്ലയിലെ CPM നേതാക്കളെ വെട്ടിലാക്കിയ ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിയുണ്ടാകും. ഇന്നലെ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ശരത് പ്രസാദിനെതിരെയുള്ള നടപടി ചർച്ച ചെയ്തിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തെത്തിക്കണോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ശരത്തിനോട്. കൃഷ്ണരാജ്, എന്തായാലും ഈ CPM-നുള്ളിലെ ഈ ഒരു അഴിമതിയുടെ ശബ്ദരേഖ, അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതികളുടെ ഒരു ശബ്ദരേഖ ശരത് പ്രസാദ്, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നതോടുകൂടിയാണ് ഈ പാർട്ടിക്കുള്ളിലെ ഈ ഒരു ഉൾപ്പോരും അല്ലെങ്കിൽ ഇവർക്കുള്ളിൽ ഈ പടലപ്പിണക്കവും അല്ലെങ്കിൽ ഈ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം CPM ജില്ലാ നേതൃത്വത്തെ ശരിക്കും ഇത് കുഴപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ വെട്ടിലാക്കിയിരുന്നു. ആ ഒരു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ഈ ശരത് പ്രസാദ്, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. രേഖാമൂലം 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ ശരത് പ്രസാദ് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകി എന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വിശദീകരണത്തിൽ തൃപ്തരല്ലെങ്കിൽ തങ്ങൾ നടപടി സ്വീകരിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരത് പ്രസാദിനെതിരെ നടപടി വേണം എന്നാണ് CPM-ലെ പ്രബല വിഭാഗം അല്ലെങ്കിൽ CPM-വുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് MM വർഗീസിനെയും അതേപോലെ തന്നെ AC മൊയ്തീനെയും MK കണ്ണനെ അടക്കം വെട്ടിലാക്കിക്കൊണ്ടുള്ള ശബ്ദരേഖ പുറത്തു വന്നത്. അതായത് ആ ശബ്ദരേഖയിൽ ശരത്ത് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന ഒരു കാര്യം, കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ ഇപ്പോൾ കോടിപതിയായി എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ MM വർഗീസും AC മൊയ്തീനും അടക്കമുള്ളവർ എങ്ങനെ കോടിപതികളായി, അവരൊക്കെ ടോപ്പ് ലെവലിലുള്ള ഡീലുകളാണ് കേരളത്തിൽ നടത്താറുള്ളത് എന്നടക്കമുള്ള വിവാദ പ്രസ്താവനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇത് പാർട്ടിനെ ശരിക്കും വെട്ടിലാക്കിയിരുന്നു. ഈ വെട്ടിലായ പാർട്ടിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം എന്നൊരു ചിന്തയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം കൂടിയത്. ആ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന പൊതുവികാരം ശരത്തിനെതിരെ നടപടി സ്വീകരിക്കണം, നിബിൻ ശ്രീനിവാസനെതിരെ മാത്രം നടപടി ഒതുക്കിയാൽ പോരാ എന്നൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശരത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ശബ്ദരേഖ പുറത്തു വന്നതിനെ തൊട്ട് പിന്നാലെ ശരത്തുമായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇത് നിഷേധിക്കാൻ അന്ന് ശരത്ത് തയ്യാറായില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ വിവാദത്തിൽ താൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല, മാസങ്ങൾ മുമ്പ് അല്ലെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ശബ്ദരേഖയാണ് നിബിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് തടി തപ്പാനായിരുന്നു പിന്നീട് ശരത്ത് ശ്രമിച്ചത്. പിന്നീട് MK കണ്ണനെയും അതേപോലെ തന്നെ AC മൊയ്തീനെയൊക്കെ നേരിട്ട് ശരത്ത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. തനിക്ക് നേരത്തെ ഇത്തരത്തിൽ സംസാരിച്ചതാണ്, ഇപ്പോൾ തെറ്റുപറ്റിയിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ AC മൊയ്തീനോടടക്കം പറഞ്ഞിരുന്നു. അതിനുശേഷം നടപടി ഉണ്ടാവരുത് എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ശരത്തിനെതിരെ നടപടി ഉണ്ടാകും. അഴീക്കോടൻ അനുസ്മരണം ഇന്ന് നടക്കുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് തൃശ്ശൂരിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ശരത്തിനെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.